നമസ്കാരം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആവേ മരിയ. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ചില സംശയങ്ങൾ മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ്. അതായത് ക്രിസ്ത്യാനികളായ നമ്മൾ ബൈബിളിൽ മോസസിനെ എന്തുകൊണ്ട് പുണ്യവാളനായിട്ട് കരുതപ്പെടുന്നില്ല എന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോസസ് ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ്റെ കൂട്ടത്തിൽ മോസസും പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ മുൻകരുതലും ദൈവത്തിൻ്റെ സ്നേഹവും ജനങ്ങൾ അന്ന് പാർത്ത ജനങ്ങളുടെ പിന്നെ എന്തൊക്കെയാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ മീഡിയേറ്റർ ഒരു പ്രവാചകൻ കൂടി ദൈവം പ്രവാചകൻ്റെ സ്ഥാനത്തിലേക്ക് മോസസിനെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി അതൊന്നും ഇല്ല എന്നുള്ളത് മോസസ് ഉൾപ്പെടെ പ്രവാചകന്മാർ ജനക്കൂട്ടത്തെ പറഞ്ഞ് മനസ്സിലാക്കി ബോധിപ്പിക്കുകയായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം. അതുമാത്രമല്ല, ഈ മോസസ് നമ്മൾക്ക് രൂപകൽപ്പന ചെയ്ത 10 കൽപ്പനകളുടെയും കൈവരിക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. കൈക്കാരനെന്ന് വെച്ച് കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞ വാക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. അതായത് ദൈവം ജനങ്ങളുടെ പാപങ്ങളും ജനങ്ങളുടെ പോരായ്മകളും കണ്ട് രൂപകൽപ്പന ചെയ്തതാണ് ഈ 10 കൽപ്പനകൾ. അപ്പോൾ 10 കൽപ്പനകൾ നീ പാലിക്കുക എന്നായിരുന്നു ദൈവത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, നമുക്ക് ദൈവം തന്ന നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ when God was wanting the people to be with him, certain people rebelled. അതായത് ദൈവം ആഗ്രഹിച്ച പോലെ ജനക്കൂട്ടം ദൈവത്തോട് അടുത്തില്ല. അപ്പോൾ ഈ അടുക്കാത്ത ജനക്കൂട്ടത്തിന് വേണ്ടിയിട്ട്, അതായത് റിബല്യസ് ആയിട്ടുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അഹങ്കാരം, കോപം, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ, അതായത് വിഗ്രഹ ആരാധന, സ്വർണത്തിൽ കാളയെ പോലും അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു അനുതാപത്തിലൂടെ. അതാണ് അതായത് അനുതാപിക്കുന്ന യാത്രയാണ് മോസസ് നമ്മൾക്ക് ചെങ്കടൽ കടത്തി. അതായത് അത് അനുതപിക്കുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു. കാരണം അവർ ഈജിപ്തിൽ നിന്നും ഈ ഫറോവിൻ്റെ ഒരു അടിമത്തത്തിൽ നിന്നും മോചനം നേടിയത് അവസാനം അതായത് റിപ്പൻറ്റൻസ്, അനുതാപത്തിലൂടെയും കൂടെ ആയിരുന്നു. പിന്നെ അപ്പോൾ മോസസിൻ്റെ പ്രവാചകൻ്റെ കൂട്ടത്തിലായതുകൊണ്ടും എലീഷ, മോസസ്, അഹറോൻ ഇവരൊക്കെ ഈ എലൈജ ഉൾപ്പെടെ പ്രവാചകൻ്റെ കൂട്ടത്തിലായതുകൊണ്ടാണ് നമ്മൾ അവരെ പുണ്യവാളനായിട്ട് കരുതാത്തത്. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിന് എന്തുകൊണ്ട് മാതാവിനെ സ്ത്രീയെ എന്ന് അഭിസംബോധനം ചെയ്തതെന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. ഞാൻ ഉൾപ്പെടെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതിനുള്ള മറുപടി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളോട് കടമയുണ്ടായിരുന്നു, കടമകൾ നിറവേറ്റിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു 30 വയസ്സായപ്പോഴാണ്, അതായത് യോഹന്നാൻ സ്ലീഹ സ്നാനപ്പെടുത്തിയതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ പുത്രനായ അതായത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഈ പറയുന്ന സുവിശേഷ വേല മിനിസ്ട്രി തുടങ്ങിയത്. അപ്പോൾ ആ മിനിസ്ട്രി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ഭൂമിയിലെ മാതാപിതാക്കൾ പിന്നെ യേശു ക്രിസ്തുവിന് ഒരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ ആയിരുന്നുള്ളൂ.
അതുകൊണ്ട് അത് മാത്രമല്ല, പക്ഷേ എന്നും വിചാരിച്ച് അരമിക് എന്ന ഭാഷയിൽ സ്ത്രീയെ എന്ന് പറയുമ്പോഴത്തേക്കും അന്നത്തെ കാലത്ത് അത് ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയെ എന്ന് പറഞ്ഞത്, അമ്മയെന്ന് പറയാത്തതും. പക്ഷേ അവസാനം യോഹന്നാനോട് പറയുമ്പോഴത്തേക്കും ഇത് നിൻ്റെ അമ്മ, ഈ അമ്മ പറയുന്നത് പോലെ ആ ഒരു വാചകം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ലൂക്കാസ് വിശേഷത്തിലായാലും നമ്മൾക്ക് മാതാവ് ഉടനീളം യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. സഹോദരരും, ആരാണ് എൻ്റെ സഹോദരൻ? യേശുക്രിസ്തു മിനിസ്ട്രിയിൽ ഇറങ്ങിയപ്പോൾ, അതായത് സുവിശേഷ പ്രൊക്ലമേഷനിൽ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നീട് യേശുക്രിസ്തുവും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു നേതാവായിരുന്നു. അല്ല, നേതാവെന്ന് വിളിക്കാൻ യേശുക്രിസ്തു ആഗ്രഹിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഒരു ഇൻസ്ട്രക്ടർ, ദൈവത്തിൻ്റെ പുത്രൻ ആയ പരിശുദ്ധാത്മാവിലൂടെ എന്തൊക്കെ വെളിപ്പെടുത്തി കിട്ടുന്നുവോ ദൈവത്തിൻ്റെ ശക്തി മൊത്തവും യേശുക്രിസ്തുവിൻ്റെ അനുസരണ മൂലം കൈവരിച്ചു. അത് ശിഷ്യരിലേക്ക് പകർന്നു തന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന അസംഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അസെൻഷൻ, ഉയർപ്പ് പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാർ നോക്കി നിൽക്കവേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത് എന്താണെന്നാണ്, ഞാൻ ഇനിയും വരും. ഇൻഫാക്റ്റ് അത് ആ ഒരു കാലം വരെ, ആ ഒരു യാമം വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചതും. ഇപ്പോൾ ഇത് പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പുതിയ രീതിയിലുള്ള വീഡിയോ ആണല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ആരാണോ എന്താണോ എന്ന് ദിനംതോറും നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. നമ്മളാദ്യം നമ്മളെ മനസ്സിലാക്കുക, നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കുക. നമ്മളുടെ പോരായ്മകൾ മറ്റുള്ളവർ അത് നല്ല രീതിയിൽ കാണിക്കുമ്പോൾ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടാവാതെ കഴിവതും പെരുമാറുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ടല്ലോ, അതെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ലൈഫ് സ്മൂത്താവും, മറ്റുള്ളവരുടെ ലൈഫും സ്മൂത്താവും. നമ്മൾ ആരെയും ദ്രോഹിക്കാനായിട്ടുള്ള ഒരിടം, അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ പിന്മാറുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.